നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തമിഴ്നാട് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ DMKയും AIDMKയും തോറ്റു തുന്നം പാടുകയും തമിഴക വെട്രിക്കഴകം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുകയും ചെയ്തു. പിന്നീട് നമുക്കറിയാം എങ്ങനെയാണ് വിജയ് മന്ത്രിസഭ രൂപീകരിച്ചത്. അതിൽ കോൺഗ്രസിനും മറ്റ് ഘടകകക്ഷികൾ മുസ്ലിം ലീഗ് അടക്കമുള്ളവർക്ക് നിർണായക പങ്കുണ്ട്. കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയെ വിജയ് എന്തുകൊണ്ടാണ് തൻ്റെ ഇരിപ്പിടത്തിന് അടുത്തിരുത്തിയതും സത്യപ്രതിജ്ഞ ചടങ്ങിൽ രാഹുൽ ഗാന്ധിയെ വിശിഷ്ട അതിഥിയാക്കിയതും കോൺഗ്രസ് കൃത്യമായി എടുത്ത നിലപാട് തന്നെയാണ് DMK വല്ലാതെ വെപ്രാളപ്പെടുത്തുന്നത്. DMK നേതാവായ സ്റ്റാലിൻ പറയുന്നത് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല, അവർ പിന്നിൽ നിന്ന് കുത്തും, BJP ആണെങ്കിൽ നേർക്ക് നേർ വരികയുള്ളൂ എന്നാണ്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ സ്റ്റാലിൻ്റെ പാർട്ടി അതിനകത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനായിരുന്ന ദയാനിധി മാരൻ ഉണ്ടാക്കി വെച്ച അഴിമതി കേസുകൾക്ക് കോൺഗ്രസ് ഈ രാജ്യത്തോട് തന്നെ ഏറ്റവും വലിയ തോതിൽ നാണക്കേടിൽ തലതാഴ്ത്തി നിന്നിരുന്നു. ഈ രാജ്യത്തെ കോൺഗ്രസ്സിന് വലിയ പതനമുണ്ടായതിൽ DMK വഹിച്ച പങ്ക് വളരെ വലുതാണ്. DMK കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ DMKക്ക് അധികാരം കൊടുത്തതിൻ്റെ ഭാഗമായി കോൺഗ്രസ്സിനുണ്ടായ അപജയം ചെറുതൊന്നുമല്ലാത്തതാണ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ സ്റ്റാലിൻ കോൺഗ്രസ്സിന് 18 MLA-മാരുണ്ടായിട്ടും വേണമെങ്കിൽ നിങ്ങളൊക്കെ കൂടെ നിന്നാൽ മതി, ഇല്ലെങ്കിലും വേണ്ട എന്ന ധാർഷ്ട്യത്തോടെയാണ് ഭരിച്ചത്. അതിൻ്റെ ഭാഗമായി കോൺഗ്രസ് നേതാക്കൾ ഒന്നും തന്നെ പറഞ്ഞതുമില്ല. എന്നാൽ ഇപ്പോൾ വിജയ്ക്ക് ഒരാവശ്യം വന്നപ്പോൾ കോൺഗ്രസിനോട് വല്ലാതെ അപേക്ഷിച്ചു. കോൺഗ്രസ് അതിന് മൗനാനുവാദം നൽകി. അതിന് കാരണം വർഗീയ ശക്തികളെ അധികാരത്തിൽ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഗവർണർ സ്ഥാനം രാജേന്ദ്ര ആർലേക്കറിന് തമിഴ്നാടിൻ്റെ കൂടി ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഭംഗിയായി രാഷ്ട്രീയം കളിക്കാൻ ആർലേക്കർ ശ്രമിക്കും എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ കോൺഗ്രസ് തമിഴക വെട്രിക്കഴകത്തിന് സഹായം ചെയ്തു കൊടുത്തത്. അല്ലാതെ വിജയോടുള്ള അമിതമായ സ്നേഹം കാരണമൊന്നുമല്ല. കോൺഗ്രസിൻ്റെ പല നേതാക്കളും TVK കാരണം തോറ്റവരുണ്ട്. എന്നാൽ ഒരു മുന്നണി സംവിധാനം എന്നതിനേക്കാളുപരി ഇന്നിൻ്റെ രാഷ്ട്രീയത്തെയാണ് കോൺഗ്രസ് മനസ്സിലാക്കുന്നത്. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന് ഇനിയൊരു ഭാവിയില്ല എന്നും DMKയുടെ അഴിമതി കഥ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ജോസഫ് വിജയ് പറഞ്ഞത് കൃത്യമായി ഈ ഖജനാവ് തന്നെ വെളുപ്പിച്ചിട്ടാണ് DMK പടിയിറങ്ങിയിരിക്കുന്നത് എന്നതാണ്. അതാണ് ഈ രാജ്യത്തോട് DMK കാണിക്കുന്ന ഏറ്റവും വലിയ മോശത്തരം അഥവാ ചെറ്റത്തരം എന്ന് പറയുന്നത്. തമിഴ്നാടിനെ വെളുപ്പിച്ചിട്ട് DMKയിൽ സ്റ്റാലിനും മകൻ ഉദയനിധി സ്റ്റാലിനും കൂടി കാട്ടിക്കൂട്ടിയ കോപ്രായത്തരങ്ങളെ പറ്റി എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസുമായി ഇനി ഒരു സഖ്യത്തിനുമില്ല. ഇന്ത്യ മുന്നണി പൊളിയുകയാണ്. പാർലമെന്റിൽ DMK പ്രത്യേക ചേരിയിലിരിക്കുമെന്ന് പറഞ്ഞാലൊന്നും കോൺഗ്രസ് അത് കേട്ട് കൂസലുള്ള പാർട്ടിയല്ല. ആരൊക്കെ പോയാലും ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അതിൻ്റെ പേരിൽ പാർലമെന്റിൽ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് തെറിക്കട്ടെ എന്ന് വിചാരിക്കും.